ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രത്യേക സ്ക്വാഡിന്റെ അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രതിസന്ധിയിന്മേലുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പുൽവാമ ദുരന്തം നടന്നിട്ട് ഇന്ന് 5 വർഷം. ധീര ജവാന്മാരുടെ ത്യാഗം രാജ്യം എക്കാലവും ഓർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വനിതാ ഹോക്കി പ്രോ ലീഗിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഗോവ ഇന്ന് മോഹൻ ബഗാനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ UAE സന്ദർശനത്തിന്റെ 2ാം ദിനം ഇന്ന് ദുബായിൽ ആരംഭിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി അദ്ദേഹം വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂമുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ചർച്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ആഗോളതലത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടുള്ള വിപണിയായ ഭാരത് മാർട്ടിന്റെ ഉദ്ഘാടനം ശ്രീ മോദി നിർവഹിക്കും. ഉച്ചയ്ക്ക് ശേഷം ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ അദ്ദേഹം ലോക നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രമായ സ്വാമിനാരായൺ സൻസാ ബാബ്സ് മന്ദിറിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. തുടർന്ന് പ്രധാനമന്ത്രി ഖത്തറിലേക്ക് തിരിക്കും. ഖത്തർ അമീർ ഷെയ്ഖ് ബിൻ ഹമദുമായി ദോഹയിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ ഇനിയൊരു പ്രത്യേക സ്ക്വാഡിന്റെയും അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ മോൻസ് ജോസഫിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. കേസിൽ ക്രൈംബ്രാഞ്ച് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യക്ഷമമായും സമയബന്ധിതമായും അന്വേഷണം പൂർത്തിയാക്കിയാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് അന്വേഷണം തൃപ്തികരമായതുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രതിസന്ധിയിന്മേലുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് കുറുക്കോളി മൊയ്തീനാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ കർഷകർ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് കുറുക്കോളി മൊയ്തീൻ ആരോപിച്ചു. കേരളത്തിലെ കാർഷിക മേഖല ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. എന്നാൽ LDF സർക്കാർ ഒരു കാലത്തും കർഷകരെ അവഗണിച്ചിട്ടില്ല എന്നും കർഷകരെ പരിഗണിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്നും മന്ത്രി P. പ്രസാദ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ചലച്ചിത്ര വികസനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി സജി ചെറിയാൻ. നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. 150 കോടി രൂപ മുടക്കി ചിത്രാഞ്ജലി സ്റ്റുഡിയോ വികസിപ്പിച്ചത് ഇന്ത്യയ്ക്ക് തന്നെ മാതൃകാ സംരംഭമായി മാറിയിട്ടുണ്ട്. സിനിമ നിർമ്മാണത്തിന് ഇത് നൽകുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ പന്നിയാമലയിൽ കൃഷിയിടത്തിലെ മുള്ളുവേലിയിൽ കുടുങ്ങിയ കടുവ ചത്തു. രാത്രിയോടെ തൃശൂർ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ചത്തത്. ഇന്നലെ പുലർച്ചെയാണ് കടുവയെ കണ്ടത്. തുടർന്ന് വനംവകുപ്പ് അധികൃതർ മയക്കുവെടി വെച്ച് പിടികൂടുകയായിരുന്നു. കൈക്കും പല്ലിനും പരിക്കുകൾ ഉണ്ടായതിനെ തുടർന്നാണ് മൃഗശാലയിലേക്ക് മാറ്റിയത്. വയനാട് പടമലയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കടുവയെ കണ്ടു. അതേസമയം കഴിഞ്ഞ ദിവസം ഒരാളെ കൊലപ്പെടുത്തിയ ബേലൂർ മഖ്ന എന്ന കാട്ടാനയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീടിന് സമീപത്താണ് വീണ്ടും കടുവ ഇറങ്ങിയത്. രാവിലെ പള്ളിയിലേക്ക് പോവുകയായിരുന്ന ലിസിക്ക് മുൻപിലാണ് കടുവ ചാടി വീണത്. ഇത് കണ്ട് ലിസി തിരിഞ്ഞോടിയതോടെ കടുവ സമീപത്തെ കാപ്പിത്തോട്ടത്തിലേക്ക് മറയുകയായിരുന്നു. പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കടുവയ്ക്കായി തിരച്ചിൽ നടത്തുമെന്നും രാത്രികാലങ്ങളിൽ കാവൽ ഏർപ്പെടുത്തുമെന്നും വനംവകുപ്പ് അറിയിച്ചു. അതേസമയം അജീഷിനെ കൊന്ന ബേലൂർ മകനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 5 ദിവസമായി ഈ ആനയ്ക്കായി പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ്. ഇന്ന് ആന ഇപ്പോൾ ബാവലി പ്രദേശത്തുണ്ടെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. ഇതനുസരിച്ച് പ്രദേശത്ത് 200-ലധികം വരുന്ന വനപാലകരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. ഇന്നെങ്കിലും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. കേരളത്തിന്റെ കടമെടുപ്പിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തർക്കം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ഇന്ന് വൈകിട്ട് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. സംസ്ഥാനത്തിന്റെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാൻ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ചർച്ച. ചർച്ചയ്ക്കായി മന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4-അംഗ സമിതി രൂപീകരിച്ചു. വായ്പാ പരിധി സംബന്ധിച്ച 2 കേന്ദ്ര ഉത്തരവുകൾ ഉടൻ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്.
പുൽവാമ ദുരന്തത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചിട്ട് ഇന്ന് 5 വർഷം. 2019 ഫെബ്രുവരി 14 ജമ്മുകശ്മീരിലെ പുൽവാമയിൽ 40 CRPF ജവാന്മാരുടെ ജീവനെടുത്ത ഭീകരാക്രമണമുണ്ടായത്. പുൽവാമ ജില്ലയിലെ ലേത്പോറയിൽ സേനാംഗങ്ങളുടെ വാഹന വ്യൂഹത്തിനു നേരെ ഭീകരർ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഇടിച്ചുകയറ്റുകയായിരുന്നു. രാജ്യത്തിനു വേണ്ടിയുള്ള ധീരജവാന്മാരുടെ ആത്മസമർപ്പണവും ജീവത്യാഗവും എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചു. 120-ലധികം ഇന്ത്യൻ സർവകലാശാലകളിൽ ബിരുദാനന്തര PhD തലങ്ങളിലായാണ് സ്കോളർഷിപ്പുകൾ വാഗ്ദാനം ചെയ്തത്. ശ്രീലങ്കയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കോഴ്സിന്റെ മുഴുവൻ കാലയളവിലേക്കും ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ സൌകര്യം, പഠന സാമഗ്രികൾ എന്നിവയ്ക്കായി വാർഷിക ധനസഹായവും സ്റ്റൈപ്പൻഡും അനുവദിക്കും. ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ ലഭ്യമാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 25 കോഴിക്കോട് കോർപ്പറേഷൻ ബജറ്റ് അവതരണം കൌൺസിൽ ഹാളിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ബജറ്റ് അവതരണം നടത്തി. കോർപ്പറേഷൻ വജ്ര ജൂബിലി സ്മാരകമായി പുതിയ കെട്ടിടം നിർമ്മിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആധുനിക ബസ് ടെർമിനൽ സ്ഥാപിക്കും. ബേപ്പൂർ, കസ്റ്റംസ് റോഡ്, കാളൂർ റോഡ്, ഭട്ട് റോഡ് എന്നിവിടങ്ങളിൽ ഫുഡ് സ്ട്രീറ്റ് എന്നിവയും പദ്ധതിയിലുണ്ട്. സ്കൂൾ പരിസരത്തെ വീടുകളിലെ കുടിവെള്ളത്തിന്റെ ശുദ്ധി ഉറപ്പുവരുത്തുന്നതിനായി ജലസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തി വിദ്യാർത്ഥികൾ. ഇടുക്കി കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് അംഗങ്ങളാണ് വ്യത്യസ്ത സാമൂഹിക സേവനം നടത്തി മാതൃകയായത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഹരിത കേരളം ജലപരിശോധനാ ലാബിൽ നിന്നും നൽകിയ പ്രത്യേക ബോട്ടിലുകളിലാണ് കുട്ടികൾ വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചത്. വീട്ടുകാരെ ജലപരിശോധനയുടെ നേട്ടങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷമായിരുന്നു സാമ്പിൾ ശേഖരണം. സാമ്പിളുകൾ മാറിപ്പോകാതിരിക്കുന്നതിനായി ഓരോ കുപ്പിയിലും മേൽവിലാസവും ഫോൺ നമ്പരും രേഖപ്പെടുത്തി. 50 വീടുകളിലെ സാമ്പിളുകളാണ് ആദ്യഘട്ടമായി ശേഖരിച്ചത്. സ്കൂളിലെ ജലഗുണതാ പരിശോധനാ ലാബിൽ നടത്തുന്ന പരിശോധനയുടെ വിശദാംശങ്ങൾ വീട്ടുകാർക്ക് കൈമാറും. വെള്ളത്തിന്റെ നിറം, ഗന്ധം, pH മൂല്യം, ലവണ സാന്നിധ്യം, ലയിച്ചു ചേർന്ന ഖരപദാർത്ഥത്തിന്റെയും നൈട്രേറ്റിന്റെയും അളവ്, അമോണിയ, കോളിഫോം എന്നിവയാണ് പരിശോധിക്കുക. ഹരിത കേരളം മിഷന്റെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് 35 പഞ്ചായത്തുകളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ MLA ഫണ്ട് ഉപയോഗിച്ച് ജലഗുണതാ പരിശോധനാ ലാബുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പൊതുജനങ്ങൾക്ക് വെള്ളം സൗജന്യമായി പരിശോധിക്കാം. വനിതാ ഹോക്കി പ്രോ ലീഗിൽ ലോക 1-ാം നമ്പർ ടീമായ നെതർലൻഡ്സിനെ ഇന്ത്യ ഇന്ന് നേരിടും. ഒഡീഷയിലെ ബിർസ മുണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗോവ മോഹൻ ബഗാനെ നേരിടും. ഗോവയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ. രാജ്കോട്ടിലെ സൌരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ രാവിലെ 9:30 മത്സരം. പരിക്കിനെ തുടർന്ന് വിശ്രമം അനുവദിച്ച് വിക്കറ്റ് കീപ്പറും ബാറ്ററുമായ KL രാഹുലിനു പകരം കർണാടക താരം ദേവദത്ത് പടിക്കൽ ടീമിലെത്തും. രണ്ട് ടീമും പരമ്പരയിൽ ഓരോ മത്സരം വീതം ജയിച്ച് സമനിലയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ 2-ാം ഘട്ടം ഈ മാസം 23 സമാപിക്കും. ഇക്കഴിഞ്ഞ 9-ാം തീയതിയാണ് 2-ാം ഘട്ടം ആരംഭിച്ചത്. ഇന്ന് പ്രണയദിനം. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ തങ്ങൾ സ്നേഹിക്കുന്നവരെ ഇഷ്ടമറിയിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ദിനമാണ് വാലന്റൈൻസ് ഡേ. വസന്തകാലത്തെ വരവേൽക്കാൻ റോമൻ ജനത ലൂപ്പർക്കസ് ദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായി നടത്തിയിരുന്ന ലൂപ്പർകാലിയ ആഘോഷത്തിൽ നിന്നാണ് വാലന്റൈൻസ് ഡേയുടെ തുടക്കമെന്ന് കരുതുന്നു. ക്രിസ്തീയ ദമ്പതികളെ വിവാഹം കഴിക്കാൻ സഹായിച്ചതിന് ക്ലോഡിയസ് 2-ാമൻ ചക്രവർത്തി ശിക്ഷിച്ച റോമൻ പുരോഹിതന്റെ മരണവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ദിനം ആഘോഷിക്കുന്നതെന്നും ഐതിഹ്യമുണ്ട്. ഫെബ്രുവരി 7 തുടങ്ങുന്ന വാലന്റൈൻസ് വാരത്തിന്റെ സമാപനമാണ് വാലന്റൈൻസ് ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രത്യേക സ്ക്വാഡിന്റെ അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രതിസന്ധിയിന്മേലുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പുൽവാമ ദുരന്തം നടന്നിട്ട് ഇന്ന് 5 വർഷം. ധീര ജവാന്മാരുടെ ത്യാഗം രാജ്യം എക്കാലവും ഓർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വനിതാ ഹോക്കി പ്രോ ലീഗിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഗോവ ഇന്ന് മോഹൻ ബഗാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.